أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة അഭിമന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന പ്രമേയം അധികരിച്ചുകൊണ്ട് ഈ ജില്ലയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന പോലെ എന്തുകൊണ്ടാണ് തൗഹീദ് എന്ന വിഷയം ഇത്ര കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്? അത് സാധാരണ ക്ലാസുകളിലും പൊതുയോഗങ്ങളിലും ക്യാമ്പയിനുകളായും മുഖാമുഖങ്ങളായും വിവിധ രൂപത്തിലായി നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ് ഇവിടെ മറ്റേതെല്ലാം വിഷയങ്ങളുണ്ട്, മനുഷ്യന് പ്രധാനമാണ് എന്ന് തോന്നുന്നവ തന്നെ, എന്നിട്ട് ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഈ വിഷയം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? സ്വാഭാവികമായും പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രധാനപ്പെട്ട ഈ 1-2 പോയിന്റുകൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ തൗഹീദ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അവന്റെ സൃഷ്ടിപരമായ ലക്ഷ്യം അതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അവർ എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. വേറെ ലക്ഷ്യമൊന്നുമില്ല. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതാണ്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരിൽ നിന്ന് ഞാൻ ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല, എന്നെ തീറ്റിപ്പോറ്റണമെന്ന് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് അവരുടെ ഇബാദത്ത്, ആരാധന അവർ എനിക്ക് മാത്രം അർപ്പിക്കണം. അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആ ലക്ഷ്യം എന്താണ്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതാണ് തൗഹീദ് എന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, മുസ്ലിമായി തീരുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉച്ചരിക്കുന്നതിലൂടെ,
അത് മനസ്സിലാക്കി പ്രഖ്യാപിക്കുന്നതിലൂടെയാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 സ്തംഭങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ 5 സ്തംഭങ്ങളിൽ പ്രഥമ സ്തംഭം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തൈനിയാണ്. കലിമത്തു ഷഹാദത്താണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്ന തൗഹീദ്. അത് മനസ്സിലാക്കുന്നതിലൂടെ, അംഗീകരിക്കുന്നതിലൂടെ, അത് പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത്. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് തന്റെ ജീവിതം അവസാനിച്ചു പോകുമ്പോൾ അവന്റെ അവസാനത്തെ വാക്ക്, അവന്റെ മനസ്സിന്റെ മന്ത്രം, അവന്റെ നാക്കിലൂടെ അവൻ ഉരുവിടുന്ന അവസാനത്തെ വാക്കെന്തായിരിക്കണം? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് ആയിരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെ അവസാനത്തെ വാക്ക് ഈ ദുനിയാവിൽ ജനിച്ച് ഇവിടെ ജീവിച്ച് മരിച്ചു പോകുമ്പോ അവസാനം ഉച്ചരിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ജനിച്ചു വന്നൊരു മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, പ്രപഞ്ച സൃഷ്ടാവ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഈ പ്രാപഞ്ചിക ഘടനയോട് പൊരുത്തമില്ല, അത് നിലനിൽക്കുന്ന ഈ ഒന്നില്ല. ഇത് തന്നെ ഒരു ശ്രദ്ധിക്കുന്നത് അവന്റെ ചൈതന്യമാണ് അനുസരിച്ച് ജീവിക്കേണ്ടത്. ആ ദൈവത്തിന്റെ സന്ദേശമാണ് നാം അംഗീകരിക്കേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ഉച്ചരിക്കുന്നത് മുഖേന ഈ മനുഷ്യൻ മുസ്ലിമായി തീരുന്നു. ആ ഉച്ചരിക്കുന്നത് അനുസരിച്ച് ഊക്കം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ മനസ്സിനും ജീവിതം ഇല്ലല്ലക്ക് അനുസൃതമായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ജീവിക്കുന്നത് മനുഷ്യൻ ഈ ജീവിതത്തോട് അവസാനവും അയാൾ പറയുന്നത് എന്താണെങ്കിൽ അയാളുടെ ഈ ജീവിതം സഫലമായി മരിച്ചു ചെന്നാൽ അയാൾ സ്വർഗ്ഗത്തിലാണ് പ്രവേശിക്കുക എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഈ ലാ ഇലാഹ കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജീവിതം അതിനനുസരിച്ച് ചെയ്യാൻ അയാളിൽ ഒരു വിചാരണയില്ലാതെ സ്വർഗത്തിലങ്ങ് പ്രവേശിക്കുന്ന കൂട്ടത്തിലായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് പരലോകത്തുള്ള ചില സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു കാണിച്ചു തന്നു. അങ്ങനെ ചില സമുദായങ്ങള് അങ്ങനെ കടന്നു വരുന്നു. കൂട്ടത്തിൽ ഒരു നബിയുണ്ട്. ഏതാനും ആളുകൾ അവൻ ആ കൂട്ടം ാണ് ഇന്ന് അത് വലിയ ആനന്ദം
സഹാബത്തിനോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. സഹാബികൾ അവിടെ ഇരുന്ന് ആലോചിച്ചു. ആർക്കും 70,000. ചിലർ പറഞ്ഞു അത് നബിയോടൊപ്പം ജീവിച്ചിരുന്ന സഹാബികളായിരിക്കും. പറഞ്ഞു അതല്ല, അവർ ഇസ്ലാമിൽ ജനിച്ചു വളർന്ന് മുസ്ലിങ്ങളായി ജീവിച്ചു മരിച്ചുപോയ വിശ്വാസികളായിരിക്കും. കാരണം അവര് ശിർക്ക് ചെയ്തിട്ടില്ലാത്തവരാണ്. ശിർക്കെന്ന് അറിഞ്ഞുകൂടാത്ത നല്ല ആളുകളാണല്ലോ. വേറെ ചില ആളുകൾ വേറെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ നബി അവരുടെ അടുക്കലേക്ക് തന്നെ മടങ്ങി വന്നു. അവര് തമ്മിൽ സംസാരിച്ചതും അഭിപ്രായങ്ങൾ പറഞ്ഞതും നബിയോട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ആരാണ് ആളുകൾ എന്ന് അവിടുന്ന് പറഞ്ഞത് ഫഖാല ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തബൂൻ വലാ യതതയ്യറൂൻ വഅലൈഹിം. അവർ മന്ത്രിപ്പിക്കാത്തവരാണ്, ലക്ഷണം നോക്കാത്തവരാണ്, തൗഹീദിന്റെ മഹത്വത്തിന് നിൽക്കാത്ത ശുദ്ധമായ തൗഹീദിന് അടിയുറച്ചുകൊണ്ട് ജീവിച്ചു തവക്കുലാക്കിക്കൊണ്ട് ജീവിച്ച ഏകദൈവ വിശ്വാസികളായ മുവഹ്ഹിദുകളായ ആളുകളാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ ശിക്ഷിക്കപ്പെടുന്നില്ല, അവർക്കാകട്ടെ വിചാരണയില്ല. അവരങ്ങനെ തന്നെ നേരെ സ്വർഗത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് നരകം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ആരാണ് ഉച്ചരിക്കുന്നത്, അതനുസരിച്ച് ജീവിക്കുന്നത്, അതുകേന അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്നത്, അവർ നരകത്തിൽ പ്രവേശിക്കില്ല, നരകം അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അതാണ് തൗഹീദ്. അതേപോലെ തന്നെ ഈ തൗഹീദിന്റെ മറ്റൊരു പ്രത്യേകത മനുഷ്യനാണ്. അവന്റെ അടുക്കൽ അബദ്ധങ്ങൾ വരും, തെറ്റുകൾ ചെയ്തെന്ന് വരും, കുറ്റങ്ങൾ ചെയ്തെന്ന് വരും. ഈ അബദ്ധങ്ങളും തൗഹീദുള്ളവന് അതിന്റെ മഹത്വം കൊണ്ട് പുറത്തു കൊടുക്കുന്നു എന്നതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്നത് അഥവാ തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് ചെയ്യുന്നത് പൊറുക്കുകയില്ല. എന്നാൽ തൗഹീദുള്ളവന് ശിർക്ക് ചെയ്യാത്തവർക്ക് ശിർക്കല്ലാത്ത തെറ്റുകൾ കുറ്റങ്ങൾ അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് പൊറുത്തു കൊടുത്തേക്കാം. ശിർക്ക് ചെയ്തവന് അല്ലാഹു പൊറുത്തു കൊടുക്കുകയില്ല എന്ന്. എന്നാൽ ഖുദ്സിയായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൻ മിനൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. അല്ലയോ മനുഷ്യ, അല്ലാഹുവാണ് പറയുന്നത്, അല്ലയോ മനുഷ്യ, നീ എന്നിൽ പങ്കു ചേർക്കാതെ
ഈ ഭൂമി നിറയാൻ മാത്രം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ, ശിർക്ക് നീ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഭൂമി നിറയെ പാപമോചനവുമായി നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഞാൻ നിനക്ക് പൊറത്തു തരും. അതാണ് തൗഹീദ്. മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും തൗഹീദാണെങ്കിൽ, ശിർക്കിൽ നിന്നും മുക്തനാണെങ്കിൽ അല്ലാഹു അവന് പൊറത്തു കൊടുത്തേക്കുമെന്ന്. ഇതേപോലെ തന്നെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത്, പ്രവാചകന്റെ ശുപാർശ, പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആർക്കാണ് ആ ശഫാഅത്ത് ലഭിക്കുന്നത്? അതെ, പ്രവാചകൻ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, കാപട്യമില്ലാതെ കറകളഞ്ഞ തൗഹീദിൽ വിശ്വസിച്ച് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പ്രഖ്യാപിക്കുന്നുവോ അവനാണ് പരലോകത്ത് പ്രവാചകന്റെ ശഫാഅത്തിന്റെ ഭാഗ്യം സിദ്ധിക്കുന്നവൻ. അതെ, ആ ഭാഗ്യം സിദ്ധിക്കണമെങ്കിൽ തൗഹീദ് ഉള്ളവനായിരിക്കണം. ഇതേപോലെ തന്നെ സഹോദരങ്ങളെ, നാം മരിച്ചു ചെന്നാൽ ഖബറിൽ വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ അയാളുടെ ആത്മാവ് ഫതുആദു റൂഹുഹു ഇലാ ജസദിഹി, ആ ശരീരത്തിലേക്ക് ആത്മാവ് മടക്കപ്പെടുന്നു. എന്നിട്ട് ഫയഅതീഹി മലക്കാനി, രണ്ട് മലക്കുകൾ അവിടേക്ക് കടന്നു വരുന്നു. ഫയുജ്ലിസാനിഹി, അയാളെ അവർ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് ഫയസ്അലാനിഹി, ആ രണ്ട് മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, ആരാണ് നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നിന്റെ പ്രാർത്ഥനക്കും നിന്റെ നേർച്ചക്കും നിന്റെ നമസ്കാരത്തിനും നിന്റെ ഇബാദത്തുകൾക്ക് സകല ആരാധനകൾക്ക് അർഹനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവും രാജാതിരാജനുമായവൻ ആരാണ് എന്ന ചോദ്യമാണ് ആദ്യമായി അഭിമുഖീകരിക്കുന്നത്. ഫയഖൂലു റബ്ബി അല്ലാഹ്. വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസി പറയും, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന്. അപ്പോൾ മരിച്ചു ചെന്നാൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒന്നാമത്തെ ചോദ്യവും ഇതിനെ സംബന്ധിച്ചാണ്, തൗഹീദിനെ സംബന്ധിച്ചാണ്. സഹോദരങ്ങളെ, മനുഷ്യന് ദൃഢവിശ്വാസവും അതേപോലെ തന്നെ അവന് മനസ്സമാധാനവും ലഭിക്കണമെങ്കിൽ അവന് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത, അവനെ പറ്റിയുള്ള വിശ്വാസം, അവന്റെ ഏകത്വത്തെ പറ്റിയുള്ള ബോധം അഥവാ തൗഹീദ് അവന്റെ മനസ്സിലുണ്ടായിരിക്കണം. അവനാണ് മനസ്സമാധാനം ലഭിക്കുക. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്താണ് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത്, ഉറപ്പ് ലഭിക്കുന്നു, ദൃഢത ലഭിക്കുന്നു, അതുവഴി സമാധാനം ലഭിക്കുന്നു. ദിക്റുള്ള കൊണ്ട്. ഏതാണ് ദിക്റുള്ള? സഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം തുർമുദി ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ ചൊല്ലുന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. ഏകദൈവ ആരാധന, ഏകദൈവ വിശ്വാസം, അതാണ് അഫ്ളലുൽ ദിക്ർ. അഫ്ളലുൽ ദുആഇ അൽഹംദുലില്ലാഹ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, ദുഃഖങ്ങളും വ്യഥകളും ഉണ്ടാകും. അതേപോലെ തന്നെ വിഷമഘട്ടങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ വിഷമഘട്ടങ്ങളും പ്രതിസന്ധികളും നീങ്ങിക്കിട്ടണമെങ്കിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. ആ തൗഹീദുള്ളവൻ ആ തൗഹീദ് ഉരുവിടുമ്പോഴാണ്, ആ ബോധത്തിലേക്ക് മടങ്ങുമ്പോഴാണ് അവനെ ബാധിച്ചിരിക്കുന്ന ദുഃഖവും വ്യതയും നീങ്ങിക്കിട്ടുന്നത്. അവനെ ബാധിച്ചിട്ടുള്ള വിഷമവും ദുരിതവും അവന് നീങ്ങിക്കിട്ടുന്നത്. അല്ലാഹു തആല പ്രവാചകനായ യൂനുസ് നബിയുടെ ചരിത്രം വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത്, വദന്നൂനി ഇദ് ദഹബ മുഗാദിബ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത. അതെ, ആ യൂനുസ് നബി ആ സമുദ്രത്തിൽ എറിയപ്പെട്ടപ്പോൾ, ആ സമുദ്രത്തിലെ തിരമാലകൾക്കടിയിൽപ്പെട്ട് അവിടെ ഒരു വലിയ മത്സ്യത്തിന്റെ വായയിൽപ്പെട്ട് ആ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. അങ്ങനെ ഈ കൂരിരുട്ട്, ആ ഇരുട്ടിനുള്ളിൽ അപ്പുറം ഒരു ഇരുട്ട്, അതിനപ്പുറം മത്സ്യത്തിന്റെ വയറാകുന്ന ആ വയറ്റിലെ ഇരുട്ട്, ആ ഇരുട്ടുകൾക്കുള്ളിലായപ്പോൾ അവിടെ വെച്ച് ഫനാദാ ഫിൽ ളുലുമാതി, ആ ഇരുട്ടറകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചത് അല്ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല, നീയല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് തുപ്പിക്കളഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നെ ജീവിച്ചു ദീർഘകാലമെന്ന് ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഫസ്തജ്ബനാ ലഹു ആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ആ പ്രാർത്ഥന ഉച്ചരിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി എന്നാണ് ഖുർആൻ പറഞ്ഞത്. വനജ്ജൈനാഹു മിനൽ ഗമ്മി, അദ്ദേഹത്തെ ബാധിച്ച ഗമ്മിൽ നിന്ന്, വ്യതയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് വിശ്വാസികളായ മുവഹ്ഹിദുകളായ തൗഹീദുള്ള ആളുകളെ അല്ലാഹു തആല രക്ഷിക്കുന്നത് എന്നുകൂടി പറഞ്ഞാണ് ആയത്ത് അവസാനിക്കുന്നത്. സഹോദരങ്ങളെ, മനുഷ്യൻ എന്തുണ്ടെങ്കിലും അവന് നഷ്ടപ്പെട്ടു പോകുന്നത് തൃപ്തിയാണ്, സമാധാനമാണ്, നിർഭയത്വമാണ് അവന് കിട്ടാതെ പോകുന്നത്. എന്നാൽ ഒരു വിശ്വാസിക്ക്, ഏകദൈവ വിശ്വാസിക്ക് കറകളഞ്ഞ തൗഹീദ് മനസ്സിലാക്കി അതിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവന്, അവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുന്നത്. സംതൃപ്തി മാത്രമല്ല, സമാധാനം ലഭിക്കുന്നത്. സമാധാനം മാത്രമല്ല, ഭയപ്പാടില്ലാത്ത ജീവിതം, നിർഭയാവസ്ഥ ലഭിക്കുന്നത് അവനാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസം ളുൽമുമായി ഇടകലർന്നിട്ടില്ലാത്തവരുമാണവർ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് സഹാബത്തിന് ഭീതി വന്നു, അവർക്ക് പേടിയായി. അയ്യുനാലം യളിം, അവർ ചോദിച്ചു, നമ്മളെ കൂട്ടത്തിൽ ആരാ
ഒരു ളുൽമുൻ ചെയ്യാത്തവൻ, ഒരനീതിയും ചെയ്യാത്തവൻ, പടച്ചോനെ അവർക്ക് പേടിയായി. ആ ഒരു ളുൽമുൻ ചെയ്യാത്തവനാണ് പടച്ചോനെ പേടിക്കേണ്ടതില്ലാത്ത അവസ്ഥ ലഭിക്കുന്നത്. അവരാണ് നേർമാർഗികളായി തീരുന്നത്. അപ്പൊ നമുക്കൊന്നും നിർഭയത്വമില്ലല്ലോ, നമ്മളൊന്നും നേർമാർഗത്തിലല്ലല്ലോ എന്നവർ ഭയപ്പെട്ടുപോയി. അവർ നബിയോട് ചോദിച്ചു. അപ്പൊ നബി അവരോട് പറഞ്ഞു, അല്ല, ഈ പറഞ്ഞ ളുൽമ് നിങ്ങൾ വിചാരിച്ച ളുൽമല്ല. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ചപ്പോ പറഞ്ഞല്ലോ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. പൊന്നാര മോനെ, നീ ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ഏറ്റവും വലിയ ളുൽമാണ്. ആ ളുൽമാണ് ഇവിടെ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന അനീതിയെപ്പറ്റി അല്ല ഈ പറഞ്ഞത്. ശിർക്ക് കലരാത്ത വിശ്വാസം. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ. അതെ, വിശ്വസിക്കുകയും ആ വിശ്വാസം കറകളഞ്ഞ, ശിർക്ക് കലരാത്ത, തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസവുമാണെങ്കിൽ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗികൾ. സഹോദരങ്ങളെ, ഞാൻ ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇപ്പറഞ്ഞതൊക്കെ വേണോ? എങ്കിൽ തൗഹീദ് വേണം. സമാധാനം മനുഷ്യന് വേണ്ടത്, നിർഭയത്വം മനുഷ്യന് വേണ്ടത് അതാണല്ലോ. നരകമോചനം അതാണല്ലോ. സ്വർഗപ്രവേശം അതാണല്ലോ. പാപമോചനം അതാണല്ലോ. ഇതൊക്കെയല്ലേ മനുഷ്യന് വേണ്ടത്. എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെ, അവന് ദുനിയാവിലെ വിജയവും പാരത്രിക വിജയവും രണ്ടും ലഭിക്കണമെങ്കിൽ കറകളഞ്ഞ തൗഹീദിലുള്ള വിശ്വാസം അവനുണ്ടായിരിക്കണം. ഒരിക്കൽ ദാറഖുത്നി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, താരിഖ് ഇബ്നു അബ്ദുല്ലാഹിൽ മുഹാരിബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു. ഒരിക്കൽ ഞാന് അറബികൾ ജാഹിലിയ കാലഘട്ടത്തിൽ കച്ചവടത്തിന് വേണ്ടി ഒരുമിച്ചു കൂടുന്ന ദുൽമജാസ് എന്ന് പറയുന്ന ആ അങ്ങാടിയിൽ വെച്ച്, ചന്തയിൽ വെച്ചാണ് ഞാൻ എന്റെ ചില ചരക്കുകൾ വിൽപ്പനക്ക് വന്നതാണ്. ഞാൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ള മുമ്പിലൂടെ ഇങ്ങനെ നടന്നു വന്നു. വന്നിട്ട് വഹുവ യുനാദി ബിഅഅലാ സൗതിഹി, നബി ഉറക്കെങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. അല്ലയോ ജനങ്ങൾ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, എങ്കിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് ഫലാഹ് വേണോ? നിങ്ങൾക്ക് വിജയം വേണോ? നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും നിങ്ങൾ വർജിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട്, നിങ്ങൾ നേർച്ചയാക്കേണ്ടത് അല്ലാഹുവിന്, നിങ്ങൾ നമസ്കരിക്കേണ്ടത് അല്ലാഹുവിന്, നിങ്ങൾ ആരാധനകൾ അർപ്പിക്കേണ്ടത് അല്ലാഹുവിന്, നിങ്ങളുടെ സകല ഇബാദത്തുകളും നിങ്ങൾ നൽകേണ്ടത് അല്ലാഹുവിന്. ആ റബ്ബിനെ നിങ്ങൾ ഇലാഹായി, മഅബൂദായി, ആരാധനകൾ അവന് മാത്രം നിങ്ങൾ അർപ്പിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിങ്ങൾ അംഗീകരിച്ച് പ്രഖ്യാപിച്ചാൽ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാരണത്താലാണ് ഇത് ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ഡ്യൂട്ടിയായി, ഒന്നാമത്തെ ബാധ്യതയായി തൗഹീദിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ മുആദ്, അല്ലയോ മുആദേ,
അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിനോട് അവന്റെ അടിമകൾക്കുള്ള കടപ്പാട്, കടമ, ബാധ്യത, ഉത്തരവാദിത്തം എന്താണ് എന്ന് നിനക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. മനുഷ്യന് അള്ളാഹുവിനോടുള്ള പ്രഥമ ഡ്യൂട്ടി, ഒന്നാമത്തെ ബാധ്യത ലാ ഇലാഹ ഇല്ലല്ലയാണ്. അള്ളാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല എന്ന് മനസ്സിലാക്കുക, അംഗീകരിക്കുക, അത് പ്രഖ്യാപിക്കുക എന്നതാണ്. ഇതാണ് ഒന്നാമത്തെ അവന്റെ ഡ്യൂട്ടിയായി നിശ്ചയിക്കുവാനുള്ള കാരണം. അല്ലാഹു തആല ഭൂമുഖത്തേക്ക് ആദം നബി മുതൽക്ക് പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി അടക്കമുള്ള 1,24,000 പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി ഇന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതിനാൽ എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് വഹി നൽകപ്പെടാത്ത ഒരു നബിയെയും താങ്കൾക്ക് മുമ്പ് ഈ ഭൂമുഖത്തേക്ക് ഞാൻ നിയോഗിച്ചയച്ചിട്ടില്ല. എല്ലാ നബിമാരുടെയും പ്രഥമ ദൗത്യം, പ്രധാന ദൗത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഇതിനുവേണ്ടിയാണ് ഈ സകല പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത്. ആദം നബി മുതൽക്ക് അവന്റെ സന്ദേശം വഹ്യ് അവതരിപ്പിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. ആ വഹ്യ് സമാഹരിച്ച് ഗ്രന്ഥങ്ങളാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രവാചകന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ചില വേദങ്ങളെ പറ്റിയേ നമുക്കറിയൂ. മൂസാ നബിക്ക് നൽകപ്പെട്ട തൗറാത്ത് നമുക്കറിയാം, ഖുർആൻ പറഞ്ഞു. ഈസാ നബിക്ക് നൽകപ്പെട്ട ഇഞ്ചീൽ നമുക്കറിയാം, ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ ദാവൂദ് നബിക്ക് നൽകപ്പെട്ട സബൂർ വേദഗ്രന്ഥമാണ്, ഖുർആൻ പറഞ്ഞു, നമുക്കറിയാം. സുഹുഫി ഇബ്രാഹീമ എന്ന ഇബ്രാഹിം നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളെ പറ്റി ഖുർആൻ എടുത്തു പറഞ്ഞു. പിന്നെയുള്ളത് വഅൻസലൽ ഫുർഖാൻ, ഈ അൽ ഫുർഖാൻ എന്ന ഈ ഖുർആനാണ്, അതിനെപ്പറ്റിയും പറഞ്ഞു. ഈ വേദഗ്രന്ഥങ്ങളൊക്കെ അള്ളാഹ് ഇറക്കിയത്, അതിൽ പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായ കാര്യം എന്താ? സൂറത്തു ഹൂദിലെ 1-2 ആയത്തുകൾ നോക്കിയാൽ കാണാം. കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല എന്ന സന്ദേശം സൂക്ഷ്മജ്ഞാനിയായ റബ്ബിൽ നിന്ന് അവതരിപ്പിച്ച് വിവരിച്ചു തരുന്നതിനാണ് ഈ സുദൃഢമായ ഗ്രന്ഥം നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്ര ഖുർആൻ പറയുന്നത്. അമ്പിയാക്കൾ വന്നത് ഈ തൗഹീദ് പറയാനാണ്. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് ഈ തൗഹീദ് പ്രചരിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മുടെയും ഒന്നാമത്തെ ഡ്യൂട്ടിയായി ജനങ്ങളെ ചെന്ന് നിസ്കരിക്കാൻ എന്ന് വിളിക്കേണ്ടത്. ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ താറുമാറായിട്ടുണ്ട്, അതൊന്ന് പുനഃസ്ഥാപിക്കണം എന്ന് പറയാനല്ല ക്ഷണിക്കേണ്ടത്. ഇവിടെ മദ്യവും മധുരാക്ഷിയും വ്യാപകമായിട്ടുണ്ട്. ഇവിടെ പലിശ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് സുഹൃതങ്ങൾ, പാവപ്പെട്ട ആളുകളെ അവര് നമുക്ക് കണ്ണീരുള്ളവന്റെ കണ്ണീരൊപ്പണം, അവന്റെ കൈ പിടിക്കണം, അവനെ ചേർത്ത് പിടിക്കണം എന്നല്ല പറയേണ്ടത്. ഇതൊക്കെ പറയണം, ഇതൊക്കെ ആവശ്യമാണ്, വേണ്ടെന്നല്ല. ആദ്യം പറയേണ്ടത്, പ്രധാനമായി പറയേണ്ടത്, പ്രഥമമായി പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുആദ് ഇബ്നു ജബലിനെ, ആ സ്വഹാബിയെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ പോയി അവിടെയുള്ള ജനങ്ങളിലേക്ക്
പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ. അപ്പ റസൂലുള്ള പറഞ്ഞത്, മുആദേ, നീ അവിടെ ചെന്നാൽ അവരോട് ആദ്യം പറയേണ്ടത് ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദല്ലാഹ് ഇലാ അൻ യുവഹിദുല്ലാഹ തആല. തൗഹീദിലേക്കാണ്, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക്, ഏകത്വത്തിലേക്കാണ് ആദ്യം നീ അവരെ ക്ഷണിക്കേണ്ടത്. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെ ഹദീസിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സത്യസാക്ഷ്യത്തിലേക്കാണ് ആദ്യം നീ അവരെ വിളിക്കേണ്ടത്. അത് അംഗീകരിച്ചാൽ പിന്നെയാണ്, രണ്ടാമതാണ് നമസ്കാരത്തെ പറ്റി പറയുന്നത്. ആ തൗഹീദിന്റെ മുൻഗണനാക്രമം പ്രവാചകൻ സഹാബത്തിന് തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, ഇപ്പൊ ഈ കാരണത്താലാണ് നമ്മൾ നമ്മുടെ പ്രബോധനത്തിൽ, നമ്മുടെ പ്രസംഗങ്ങളിൽ, നമ്മുടെ ക്ലാസുകളിൽ, നമ്മുടെ ക്യാമ്പയിനുകളിൽ, നമ്മുടെ പൊതുയോഗങ്ങളിൽ, നമ്മുടെ സമ്മേളനങ്ങളിൽ, ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശങ്ങളിൽ ഒന്നാമത്തേതായി അമ്പിയാക്കളോട് അല്ലാഹു പറഞ്ഞത്, അമ്പിയാക്കൾ തെരഞ്ഞെടുത്തത്, അത് തന്നെയാണ് നബിയും തെരഞ്ഞെടുത്തത്, അതാണ് നബി സഹാബത്തിനെ പഠിപ്പിച്ചത്, അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നോളമുള്ള മതപ്രബോധകന്മാർ അവലംബിച്ചത്, അതാണ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള സകല മുജ്തഹിദീങ്ങൾ, പരിഷ്കർത്താക്കള്, അവരൊക്കെ തന്നെ സ്വീകരിച്ചു വന്നത്. ആ പാതയാണ് നമ്മളും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത്, അതെ, അതാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് തൗഹീദ്? ആ തൗഹീദ് പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ ആയത്തുകളും എന്ന് പറഞ്ഞാൽ ജുല്ലു ആയാതിഹി യാനി മുഅ്ളമു ആയാതിഹി അനി തൗഹീദ്. മുഴുവൻ ആയത്തുകളും തൗഹീദാണ് പരാമർശിക്കുന്നത് എന്ന് പൂർവീകരായ സൂക്ഷ്മദൃക്കുകളായ മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു തൗഹീദ് വിശദമായി ഖുർആൻ പ്രതിപാദിച്ചത് പ്രഭാഷണത്തില് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞു പഠിപ്പിക്കുവാൻ ഞാൻ അശക്തനാണ്. ഈ സമയം അതിന് പോരാ, ഈ പ്രഭാഷണം പോരാ, ഇതുപോലെ 5-10 പ്രഭാഷണങ്ങൾ പോരാ, ആ വിഷയത്തിന്റെ ഒരു വക്ക് തൊടാനേ കഴിയുകയുള്ളൂ. പക്ഷേ അതിന്റെ മർമ്മം, തൗഹീദിന്റെ അകക്കാമ്പ്, അതിന്റെ ആത്മാവ്, അത് നിങ്ങളുടെ കയ്യിൽ തന്നുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദ് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. മഅബൂദായി, യഥാർത്ഥ മഅബൂദായി, യഥാർത്ഥ ആരാധ്യനായി, ആരാധനക്ക് യഥാർത്ഥത്തിൽ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പൊരുൾ. അതെ, അപ്പൊ എന്താണ് ഈ ഇബാദത്ത്? ഇബാദത്തിന് അർഹൻ, മഅബൂദ്, ഇലാഹ് അല്ലാഹ് മാത്രം. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാം മനസ്സിലാക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർവചിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു, വളരെ ലളിതമായി. ദുആഉഹു വൽ ഇബാദ, പ്രാർത്ഥന, ഇതാണ് ഇബാദത്ത് എന്ന്. വളരെ സിമ്പിളാണ്. പ്രാർത്ഥന, അതാണ് ഇബാദത്ത്. എന്നിട്ട് നബി പറഞ്ഞ ഈ ആശയത്തിന് ഉപോത്ബലകമായി ഒരു തെളിവെന്നോണം ഒരായത്തുകൂടി സഹാബത്തിന് ഓതിക്കൊടുത്തു. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറയുന്നു, എന്നോട് ദുആ ചെയ്യുവിൻ, എന്നോട് ദുആ ചെയ്യുവിൻ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി,
അൻ ദുആയി എന്നല്ല പിന്നെ പ്രയോഗിച്ചത്. എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ആരെങ്കിലും അഹങ്കരിക്കുകയാണെങ്കിൽ അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. പ്രാർത്ഥന ഇബാദത്താണ് എന്നതുകൊണ്ട് അൻ ദുആയി എന്നതിന് പകരം അൻ ഇബാദത്തി, ഈ ദുആയാകുന്ന ഇബാദത്ത് എനിക്ക് ചെയ്യുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തി അഹങ്കരിച്ചാൽ അവൻ നരകത്തിലാണ് അവന്റെ സ്ഥാനം എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. അപ്പൊ എന്താണ് ഇബാദത്ത്? ദുആയാണ് ഇബാദത്ത്. അതാണ് ഹദീസിൽ വന്നത്, അതാണ് ഖുർആനിലും വന്നത്. എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്നല്ല, പ്രാർത്ഥനയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. ഏതിൽ ദുആയുണ്ടോ അത് ഇബാദത്താണ്. ഇപ്പൊ ഒരു സർക്കസുകാരൻ എന്തെല്ലാം വേലകളാണ് അയാൾ ചെയ്യുന്നത്, പക്ഷെ അതൊരു ഇബാദത്തല്ല. എന്നാൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഇതുപോലെ കുനിഞ്ഞു നിൽക്കുന്നു, സാഷ്ടാംഗം ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു, ഇങ്ങനെ പലതും ചെയ്യുന്നു, അതൊരു ഇബാദത്താണ്. എന്തുകൊണ്ട്? ആ നമസ്കാരത്തിൽ ദുആയുണ്ട്, അതിൽ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതും എന്താണ്? ഇബാദത്താണ്. ഒരാൾ മറ്റൊരാൾക്കൊരു സംഖ്യ കൊടുക്കുന്നു, അയാൾക്ക് മറ്റൊരു ഉദ്ദേശവും ഒരു തേട്ടവും അതിലില്ല. അങ്ങനെ കൊടുക്കുന്നത് ഒരു ഇബാദത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സകാത്ത് കൊടുക്കുന്നു, നമ്മൾ സ്വതക്ക കൊടുക്കുന്നു, പക്ഷെ അതൊരു പുണ്യകർമ്മമാണ്. സകാത്ത് ഒരു ഇബാദത്താണ്. എന്തുകൊണ്ട്? ആ സകാത്ത് കൊടുക്കുമ്പോ അയാളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു തേട്ടമുണ്ട്, ഒരു ദുആയുണ്ട്. അല്ലാഹുവേ, എന്റെ സ്വത്തിനെ സകാത്തായ നിർബന്ധ ദാനമാണ് ഞാൻ ഈ ചെയ്യുന്നത്, ഇത് നീ സ്വീകരിക്കണമേ, എനിക്ക് പ്രതിഫലം തരണമേ എന്ന തേട്ടം, ആ ദുആയാണ് ആ നിർബന്ധ ദാനത്തെ ഇബാദത്താക്കി മാറ്റുന്നത്. ഇതുപോലെ പ്രാർത്ഥന ഉണ്ടോ, ഏതൊരു പ്രാർത്ഥനയുണ്ടോ അതൊക്കെ ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ഇനി നോക്കൂ, ഈ കാരണത്താലാണ് അള്ളാനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ 300 കണക്കിന് ആയത്തുകൾ നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ഖുർആനിൽ കാണാം എന്നോട് നിങ്ങൾ ദുആ ചെയ്യുവിൻ. അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ് അവനോട് ദുആ ചെയ്യണം എന്ന്. അതെ, റബ്ബക്കും തദർറുഅൻ വഖുഫിയ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ അവൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ കൽപ്പന മാത്രം ചെയ്യണം എന്നതാണ്. അതുകൊണ്ടാണ് അവന് മാത്രം അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹുവർക്കുള്ള ഇബാദത്തായി. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലായി, അഥവാ ശിർക്കായി മാറി. സ്ത്രീകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, മമ്പുറങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, നാഗു കാഞ്ഞിരമറ്റത്തെ സ്ത്രീ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഇതുപോലെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ എന്താ സംഭവിക്കുക? മറ്റൊന്നുമല്ല, അത് ശിർക്കിലേക്കാണ് അവനെ കൊണ്ടുപോയി വീഴ്ത്തുന്നത്. അത് ശിർക്കിലേക്ക് അവനെ തള്ളിവിടും. അതുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഇന്നമാ അദ്ഉ റബ്ബി
ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യില്ല, അവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പങ്കു ചേർക്കില്ല എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഈ കാരണത്താലാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ പ്രാർത്ഥന അഥവാ ശിർക്ക് മഹാപാപമാണ്, ഏറ്റവും വലിയ ളുൽമാണ് എന്ന് ഖുർആൻ ഹദീസും പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഇന്ന ശിർക ലളുൽമുൻ അളീം, ഏറ്റവും വലിയ ളുൽമാണ് ശിർക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞുവല്ലോ. അതെ, ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉംബിഉകും ബിഅക്ബരിൽ കബായിരി, ഏറ്റവും വലിയ മഹാപാപം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന്. വേറെ ഒരു ഹദീസിൽ കാണാം, സബഉൽ മൂബിഖാത്ത് നിങ്ങൾ വർജിക്കണം എന്ന്. ഇങ്ങനെ വ്യത്യസ്ത പദങ്ങളിൽ വന്ന ആ മഹാപാപങ്ങള്, ഏറ്റവും വലിയ മഹാപാപങ്ങള് അത് ഏതാണ്? ഒന്നാമതായി എണ്ണിപ്പറഞ്ഞത് അശ്ശിർക്ക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് എന്നാണ്. ആ ശിർക്ക്, ആ പാപം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അതല്ല പൊറുത്തു തരികയില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം. അതെ, ഇതുപോലെ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. എന്താ ഞാൻ അല്ലാ എന്ന് പലപ്പോഴും അള്ളാനെ വിളിക്കണില്ലേ? ഇടയ്ക്കെങ്കിലും മഹാന്മാരൊന്ന് വിളിച്ചു പോയാ എന്താ കുഴപ്പം? ഞാൻ റസൂലുള്ളാ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിനെ, ഹബീബായ റസൂലിനല്ലേ വിളിക്കണത്? ഞാൻ ഈസാ നബിനല്ലേ വിളിക്കണത്? ഞാൻ മൂസാ നബിനല്ലേ വിളിക്കുന്നത്? ഞാൻ അതുപോലെ തന്നെ ബദരീങ്ങളെയല്ലേ വിളിക്കുന്നത്? ഞാൻ അതുപോലെ തന്നെ ഔലിയാക്കളെയല്ലേ വിളിക്കുന്നത്? തങ്ങന്മാരെയല്ലേ വിളിക്കുന്നത്? ഹോജാക്കളെയല്ലേ വിളിക്കുന്നത്? സാലിഹീങ്ങളെയല്ലേ വിളിക്കുന്നത്? സജ്ജനങ്ങളെയല്ലേ വിളിക്കുന്നത്? അതിലെന്താ കുഴപ്പം? അതാണ് കുഴപ്പം. ആ വിളി ചെറിയ കാര്യമല്ല, അത് മഹാപാപമാണ്, പൊറുക്കപ്പെടാത്ത മഹാപാപമാണ്. മാത്രമല്ല, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. സ്വർഗത്തിൽ പിന്നെ അയാൾ പ്രവേശിക്കൂല. ബദരീങ്ങളെ എന്ന് വിളിക്കുന്നവന് സ്വർഗത്തിൽ കടക്കൂല, അവന് സ്വർഗം നിഷിദ്ധമാണ്. മുഹമ്മദ് നബിയെ എന്ന് വിളിച്ചു തേടുന്നവന് സ്വർഗം കിട്ടൂല, സ്വർഗം അല്ലാഹു ഓനെ ഹറാമാക്കിയിട്ടുണ്ട്. ഇതുപോലെ അള്ളാഹു അല്ലാത്തവ ആരാവട്ടെ അവരോട് വിളിച്ചു തേടിയാൽ സ്വർഗം അയാൾക്ക് നിഷിദ്ധമാണ്. ഇതുമാത്രമല്ല, അങ്ങനെ വിളിച്ചു തേടുന്നവൻ നരകത്തിലായിരിക്കും ശാശ്വതമായി. അതാണ് തുടർന്ന് പറഞ്ഞത്, വമഅവാഹുന്നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ, അവന്റെ അഭയം, അവന്റെ മടക്കം എവിടേക്കാ? നരകത്തിലേക്കാണ്. അവനൊരു രക്ഷയും ഒരു സഹായവും ലഭിക്കില്ല, ഒരു സഹായിയെയും അവന് കണ്ടെത്താൻ കഴിയില്ല. അതെ, വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിക്കൊണ്ടാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ ബദരീങ്ങളെയെന്നോ ഈസാ നബിയെയെന്നോ മുഹമ്മദ് നബിയെന്നോ ഔലിയാക്കളെന്നോ സിദ്ദീഖീങ്ങളെന്നോ ശുഹദാക്കളെയോ സാലിഹീങ്ങളെയോ വിളിച്ചു തേടിക്കൊണ്ടാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ ദഖലന്നാർ, ഓന് നരകത്തിലേക്കാണ് കടന്നു ചെല്ലുക, സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തന്നു. സഹോദരങ്ങളെ, ഈ ശിർക്ക് വന്നുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്ത കുറ്റത്തിന്, ആ ശിർക്കിന് ഒരു ശിക്ഷ കിട്ടും മാത്രമല്ല, സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അയാൾ ചെയ്ത എല്ലാം
സുഹൃതങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്നതാണ് ഇതിലെ വലിയ ഏറ്റവും വലിയ അപകടം. അയാളുടെ നമസ്കാരമൊന്നും സ്വീകരിക്കൂല. ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ, അമൃത തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ, ഫരീദ് ബാബുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ, തങ്ങന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ, ജാറങ്ങളിൽ മറമാടപ്പെട്ട ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ നിസ്കാരമൊന്നും അല്ല സ്വീകരിക്കൂല, നോമ്പൊന്നും അല്ല സ്വീകരിക്കൂല, സക്കാത്തൊന്നും അല്ല സ്വീകരിക്കൂല, ഹജ്ജൊന്നും അല്ല സ്വീകരിക്കൂല, ഒന്നൊന്നും അല്ല സ്വീകരിക്കൂല, ദാനധർമ്മങ്ങളൊന്നും സ്വീകരിക്കൂല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കൂല. അവൻ ചെയ്ത യാതൊരു സൽക്കർമ്മവും പുണ്യകർമ്മവും അല്ല സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞത് വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്കും സകല നബിമാർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്. എന്താണ് ആ വഹി? നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾ ചെയ്ത മുഴുവൻ അമലും നിഷ്ഫലമായി പോകും, അതൊന്നും സ്വീകരിക്കപ്പെടില്ല എന്ന്. അത് തന്നെയാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്. വലൗ അശ്റകൂ, ആ അമ്പിയാക്കളൊക്കെയും ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, നബിമാരല്ലേ എന്നുള്ള നിലക്ക് അവർ ചെയ്ത ഒരു അമലിനും അല്ലാഹ് അവർക്ക് കൂലി കൊടുക്കൂല, അത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി എനിക്ക് നമ്മുടെ ലളിതമായ ഒരു ചിന്ത, എന്റെ സംസാരം കേൾക്കുന്ന ആളുകളുണ്ട്, എന്നാലും എന്താണ് ഇത്ര വലിയ ഗൗരവമായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ ഈ അള്ളാഹു വിളിച്ചു തേടുന്നത് അനുവദനീയമാണ് എന്നാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അനുവദനീയമാണ് എന്ന്. ഇനി അവരോട് ചോദിക്കുക, എന്താണ് അനുവദനീയം? അപ്പൊ അതിനുള്ള മറുപടി, അനുവദനീയം എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയില്ലാത്തത്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത് എന്ന് പറഞ്ഞ അനുവദനീയമായ ഒരു കാര്യം മരിക്കോളങ്ങൾ ചെയ്താൽ അതിന് പരലോകത്ത് ഒരു കൂലി അല്ലാഹുവിൽ നിങ്ങൾക്ക് കിട്ടൂല. അത് നിങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ശിക്ഷയും കിട്ടൂല. അപ്പൊ ബദരീങ്ങളെ എന്നോ അല്ലെങ്കിൽ മംതങ്ങളെ എന്നോ വേറെ ഔലിയാക്കളെയോ വിളിച്ച് തേടിയാൽ അതുകൊണ്ട് വല്ല പ്രതിഫലവും കിട്ടുമോ? ഒന്നും കിട്ടൂല. ഇനി നമ്മൾ ഖുർആനായത്തുകൾ ഉദ്ധരിച്ച് ഹദീസുകൾ ഉദ്ധരിച്ച് ഈ പറഞ്ഞതാണ് ശരിയെങ്കിൽ എന്താ സംഭവിക്കുക? ശിർക്കാണ്, ശിക്ഷ കിട്ടും, നരകമായിരിക്കും, കാലാകാലം ഒരിക്കലും രക്ഷ ഉണ്ടാവില്ല. ഇനി ഏതാ സ്വീകരിക്കേണ്ടത്? ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ തീരുമാനിച്ചോളൂ. മരിച്ചു ചെല്ലാണ്, ബദരീങ്ങളെ എന്ന് വിളിച്ചു തേടുന്ന, മൊഹീദ്ദീൻ ഷേഖ് എന്ന് വിളിച്ചു തേടുന്ന ആളും അള്ളാഹുവേ എന്ന് അള്ളാഹിനോട് മാത്രം വിളിച്ചു തേടുന്ന മുവഹിദായ മനുഷ്യനും, രണ്ടാളും മരിച്ചു എന്ന് അള്ളാഹ് വിചാരണ ചെയ്ത്. അപ്പൊ ഇത് അനുവദനീയെന്ന് പറഞ്ഞത് അഥവാ ശരിയായാൽ അള്ളാഹിനോട് മാത്രം വിളിച്ചു തേടിയവന് എന്തെങ്കിലും നഷ്ടപ്പെടുവോ? ഒന്നും നഷ്ടപ്പെടാനില്ല. മരിക്കോളം വിളിച്ചു തേടിയവന് വല്ല കൂലിയും കിട്ടുമോ? ബദരീങ്ങളെ മൊഹീദ്ദീൻ ഷേഖ് എന്ന് വിളിച്ചു തേടിയന് ഒരു കൂലി ഓന് കിട്ടൂല. ഇനി നമ്മൾ പറഞ്ഞതാണ് പരലോകത്ത് ചെല്ലുമ്പോ ശരിയെങ്കിലോ, അള്ളാന്ന് വിളിച്ചു തേടിയവന് സ്വർഗം, ബദരീങ്ങളെ മൊഹീദ്ദീൻ ഷേഖ് എന്ന് വിളിച്ചു തേടിയവന് നരകം. അതുകൊണ്ട് ഏത് വേണം അവനവൻ തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്, അടിത്തറ, ഇഹപര വിജയത്തിന്റെ നിധാനം ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനേറെ നിങ്ങൾക്ക് മുമ്പാകെ ഈ പറഞ്ഞ തത്വം അത് വളരെ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. ബോധ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നാളേക്ക് വേണ്ടി, നിങ്ങളുടെ പരലോക നന്മയ്ക്ക് വേണ്ടി അത് സ്വീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ പ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.
برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين. السلام عليكم ورحمة الله وبركاته.